പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ജോർജ് മൂലാചാര്യൻ. സത്യധ്വനിയുടെ 20, 21 എന്നീ എപ്പിസോഡുകളിലൂടെ ഞാൻ നടത്തിയത് പൗരോഹിത്യത്തിൻ്റെ നീരാളിപ്പിടുത്തം മൂലം കേരളത്തിലെ കത്തോലിക്കാ സമുദായം തനത് നേതൃത്വമില്ലാത്ത ഒരു അടിമ സമൂഹമായി മാറിയിരിക്കുകയാണെന്ന് സമർത്ഥിക്കാനുള്ള ഒരു എളിയ ശ്രമമായിരുന്നു. എന്നാൽ എൻ്റെ ഈ പരിശ്രമം വേണ്ടത്ര വിജയം കണ്ടില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒരുപക്ഷെ അത് അല്പം സൂക്ഷ്മമായ വിഷയമായതിനാലായിരിക്കാം. എങ്കിലും തിരിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണത് എന്ന് ഞാൻ കരുതുന്നു. കാരണം എല്ലാവർക്കും പ്രകടമായി അറിയാവുന്ന കാര്യങ്ങൾ പോലും ആർക്കും തിരിച്ചറിയാനാകുന്നില്ലെങ്കിൽ അത് വളരെ കഷ്ടമാണല്ലോ. ഉദാഹരണത്തിന്, ജനിക്കുമ്പോൾ മുതൽ മരിച്ച് അടക്കപ്പെടുന്നത് വരെയുള്ള കേവലം വ്യക്തിപരവും സാമൂഹികമായ, അതായത് മതപരമല്ലാത്ത കാര്യങ്ങളിൽ പോലും ഓരോ കത്തോലിക്കനും പൗരോഹിത്യത്തെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അതെല്ലാം പുരോഹിത സംവിധാനത്തിൻ്റെ ഔദാര്യമെന്നല്ലാതെ ഇടപെടലായി മനസ്സിലാക്കാൻ ആർക്കും കഴിയുന്നില്ല. സഭയിലെ എല്ലാ സംഘടനകളുടെയും മുകളിൽ പുരോഹിത ഡയറക്ടർമാരെ വച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അത് സംഘടനാ പ്രവർത്തകരുടെ സ്വാതന്ത്ര്യം കെടുത്തിക്കളയാനും സംഘടനയിൽ ഒരു തനത് നേതൃത്വം ഉയർന്നു വരാതിരിക്കാനുമാണെന്ന് ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. കത്തോലിക്ക സമുദായം വക സ്വത്തുക്കളുടെയും സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥതയും ഭരണവും പൗരോഹിത്യം കവർന്നെടുത്തിരിക്കുകയാണെന്ന് സകലർക്കും അറിയാം. എന്നാൽ അത് തെറ്റാണെന്നോ സമുദായത്തിന് മേലുള്ള പുരോഹിത സംവിധാനത്തിൻ്റെ അതിക്രമമാണെന്നോ ആർക്കും തോന്നുന്നില്ല. ചുരുക്കത്തിൽ, വളരെ സൂക്ഷ്മമായി നോക്കിയാൽ മാത്രമേ ഇവിടുത്തെ കത്തോലിക്ക സമുദായം പുരോഹിത സംവിധാനത്തിൻ്റെ കാഴ്കീഴിൽ ഒരു അടിമ സമൂഹമായി മാറിയിരിക്കുന്നു എന്ന തിരിച്ചറിവ് അഥവാ നേർക്കാഴ്ച ഉണ്ടാവൂ എന്നതാണ് സ്ഥിതി. ഇത്തരം ഒരവസ്ഥയ്ക്ക് കാരണം എന്താണ് എന്നാലോചിച്ചാൽ, ഒന്നാമത്തേത് പൗരോഹിത്യത്തിന് ചുറ്റുമുള്ളതായി സങ്കല്പിക്കപ്പെടുന്ന ദൈവിക പരിവേഷത്തിൽപ്പെട്ട് കാഴ്ച മങ്ങുന്നു എന്നതാണ്. രണ്ടാമത്തേത്, മതം, സമുദായം എന്നീ രണ്ട് വാക്കുകളെയും നാം മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ഒരേ അർത്ഥത്തിലാണ് എന്നതുകൊണ്ടുണ്ടാകുന്ന കാഴ്ചമങ്ങലാണ്. ഇതിൽ രണ്ടാമത് പറഞ്ഞ കാഴ്ചമങ്ങലിനെക്കുറിച്ച് ഈ എപ്പിസോഡിൽ അല്പം വിശദീകരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. മതം എന്ന വാക്ക് ഇന്ന് പ്രയോഗിക്കപ്പെടുന്നതും മനസ്സിലാക്കപ്പെടുന്നതും സമുദായം എന്ന അർത്ഥത്തിലും കൂടിയാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ഉദാഹരണത്തിന്, ക്രിസ്തുമതം അല്ലെങ്കിൽ സഭ എന്ന് കേൾക്കുമ്പോഴേ ക്രൈസ്തവ സമുദായം എന്ന് നാം മനസ്സിലാക്കിയിരിക്കും. ചുരുക്കത്തിൽ, മതം, സമുദായം എന്നീ രണ്ട് വാക്കുകളും പര്യായ പദങ്ങളായിട്ടാണ് നാം ഉപയോഗിക്കുന്നതും മനസ്സിലാക്കുന്നതും. സെമിറ്റിക് മതപാരമ്പര്യത്തിൻ്റെ കടന്നുകയറ്റവും വ്യാപനവുമാണ് ഈ സ്ഥിതിവിശേഷത്തിന് കാരണമെന്ന് തോന്നുന്നു. പഴയ നിയമഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ യഹൂദ മതവും യഹൂദ സമുദായവും ഒന്നായിട്ടാണ് കാണപ്പെടുന്നത്. യഹൂദ മതസ്ഥാപകനും മത നേതാവുമായിരുന്ന മോശ തന്നെയായിരുന്നുവല്ലോ യഹൂദ സമുദായത്തിൻ്റെ നേതാവും. അദ്ദേഹവും തുടർന്ന് ലേവ്യ പൗരോഹിത്യവും രൂപം കൊടുത്ത മതനിയമങ്ങൾ തന്നെയായിരുന്നു യഹൂദരുടെ സാമൂഹിക രാഷ്ട്രീയ നിയമങ്ങളും. അതായത് ഒരു തികഞ്ഞ മതഭരണ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥ, തിയോക്രാറ്റിക് സോഷ്യോ പൊളിറ്റിക്കൽ സിസ്റ്റം ആയിരുന്നു യഹൂദരുടേത്. സ്വാഭാവികമായും അവിടെ മതം, സമുദായം എന്നീ വാക്കുകൾ ഒരേ അർത്ഥത്തിലാണ് മനസ്സിലാക്കപ്പെടുക. യഹൂദ മതത്തിൽ നിന്ന് പൊട്ടിവിടർന്ന ക്രിസ്തുമതത്തിൽ യേശു എതിർത്തിരുന്ന പുരോഹിതരോ മതപണ്ഡിതരോ നിയമജ്ഞരോ ഉണ്ടായിരുന്നില്ല. അതിനാൽ സെമിറ്റിക് ചരിത്രത്തിലാദ്യമായി മതനിയമങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച സമൂഹങ്ങളുണ്ടായി. മതം അവിടെ സമുദായമായിരുന്നില്ല, മറിച്ച് ആ വാക്ക് ദ്യോതിപ്പിക്കുന്ന അതേ അർത്ഥമാണ്. ഉണ്മയെ സംബന്ധിച്ച ആത്യന്തികമായ കാഴ്ചപ്പാട് എന്ന അർത്ഥമാണ് ആ വാക്കിനുണ്ടായിരുന്നത്. യേശുവിൻ്റെ മതം സകലത്തിനും ആധാരമായി നിലകൊള്ളുന്നത് പിതൃതുല്യനായ ദൈവാത്മാവാണ് എന്നതാണ്. ഈ ദർശനത്തിൽ നിന്ന് ഉദയം കൊള്ളുന്ന മൂല്യങ്ങളാണ് മാനവ സാഹോദര്യവും കൂട്ടായ്മ ജീവിതസങ്കല്പവും നീതിബോധമൊക്കെ എന്ന് ആ ദർശനത്തിലേക്ക് കടന്നു നോക്കുന്ന ആർക്കും കാണാവുന്നതാണ്. ഇവിടെ മതം എന്ന വാക്കിന് സമുദായം എന്ന അർത്ഥമല്ല ഉള്ളത്, മറിച്ച് ദർശനമെന്ന അർത്ഥം മാത്രമേ ഉള്ളൂ. ഇവിടെ മതപ്രചാരണത്തിൻ്റെ ലക്ഷ്യം ആ പ്രത്യേക ദർശനം വ്യാപകമാക്കുക എന്നത് മാത്രമാണ്, അല്ലാതെ സാമുദായിക വിപുലീകരണമല്ല. ആദിമസഭയെ നിരീക്ഷിച്ചാൽ ഇത് മനസ്സിലാക്കാനാവും. യേശുവിൻ്റെ ദൈവദർശനവും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്നേഹദർശനവും മാത്രമാണ് അവിടെ പ്രഘോഷിക്കപ്പെട്ടത്. അതിൻ ഫലമായി സ്നേഹ കൂട്ടായ്മകൾ ഉണ്ടാവുകയും
അതിൽ ആകൃഷ്ടരായി ആ ജീവിത സമ്പ്രദായത്തിലേക്ക് ആളുകൾ സ്വമേധയാ കടന്നു വരികയുമാണ് ഉണ്ടായത്. ഒരേ ശരീരത്തിലെ വിവിധ അവയവങ്ങളെന്ന പോലെ പരസ്പര പൂരകങ്ങളായി ജീവിക്കാൻ ആദിമ ക്രൈസ്തവർക്ക് കഴിഞ്ഞു. ഭരണമുക്തവും സ്നേഹനിർഭരവുമായ ഒരു സമൂഹം, ദൈവരാജ്യം തന്നെ സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. ഈ സമൂഹത്തിൻ്റെ ഭൗതിക കാര്യങ്ങളുടെ നടത്തിപ്പിൽ നിന്ന് മത നേതൃത്വം സ്വയം ഒഴിവാകുന്നതും അത്തരം കാര്യങ്ങളുടെ നിർവഹണത്തിനായി ആത്മീയതയും സ്വഭാവഗുണവുമുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ അവർ തന്നെ നിർദ്ദേശിക്കുന്നതും നാം കാണുന്നുണ്ട്. അങ്ങനെ മനുഷ്യൻ്റെ ആന്തരികതയെ തട്ടിയുണർത്തുന്ന ആധ്യാത്മിക നേതൃത്വവും അവൻ്റെ ബഹിർമുഖമായ വ്യാവഹാരിക ജീവിതത്തെ ചിട്ടപ്പെടുത്തി പരിപോഷിപ്പിക്കുന്ന സമൂഹ നേതൃത്വവും തമ്മിൽ വേർതിരിക്കപ്പെട്ടു. ക്രൈസ്തവർ സമുദായ കാര്യങ്ങളിൽ മത നേതൃത്വത്തിൽ നിന്ന് സ്വതന്ത്രരായി തീർന്നു. ആധ്യാത്മിക ശുശ്രൂഷകരായ അപ്പോസ്തലരുടെ മതപ്രഘോഷണം ഒരു വശത്തും സ്വയം ഭരിക്കുന്ന സമുദായം മറുവശത്തും. ഇതായിരുന്നു ആദിമസഭയുടെ ഘടന. ഇവിടെ മതത്തിന് സമുദായമെന്നോ സമുദായത്തിന് മതമെന്നോ അർത്ഥമുണ്ടാകുന്നില്ല. ആദ്യ അപ്പോസ്തലന്മാർ ഉദ്ഘാടനം ചെയ്ത വിപ്ലവകരമായ ഈ പുതിയ സമൂഹം സഭയിൽ എത്രകാലം അതിൻ്റെ വിശുദ്ധിയിൽ നിലനിന്നു എന്ന് വ്യക്തമല്ലെങ്കിലും ഏത് മതസമൂഹത്തിനും എക്കാലത്തേക്കുമുള്ള ഒരു മാർഗദർശനമായി അത് നിലകൊള്ളുന്നു. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ പ്രവൃത്തികളും ബാഹ്യ അവയവങ്ങളുടെ പ്രവൃത്തികളും എന്ന പോലെ സമൂഹഗാത്രത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായ ധർമ്മങ്ങൾ വ്യതിരക്തങ്ങളാണ് എന്ന ഉൾക്കാഴ്ച അത് നൽകുന്നു. ആധ്യാത്മിക നേതൃത്വം സമൂഹഗാത്രത്തിൻ്റെ ശ്വാസകോശവും ഹൃദയവും മറ്റ് ആന്തരിക അവയവങ്ങളുമൊക്കെയായി നിലകൊണ്ടാൽ മതിയെന്നും ആ പ്രവർത്തനങ്ങൾ ശരിയായി നടന്നാൽ സാംസ്കാരിക പഞ്ചേന്ദ്രിയങ്ങൾ ജാഗ്രതായിക്കൊള്ളുമെന്നും സാമൂഹിക കൈകാലുകൾ പേശീബലമാർജിച്ച് പ്രവർത്തന സജ്ജമായിക്കൊള്ളുമെന്നും ഈ അപ്പസ്തോലിക പാഠം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മതനേതൃത്വം പുളിമാവായി വർത്തിച്ചാൽ മതി, മാർദ്ദവമേറിയ അപ്പത്തിന് സജ്ജമായി മാവ് പുളിച്ചു പൊങ്ങിക്കൊള്ളും. അവർ വെളിച്ചമായി ജ്വലിച്ച് നിന്നാൽ മതി, കിരണങ്ങൾ ഏറ്റുവാങ്ങി വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ മുഴുവൻ സമൂഹവും ഇവിടുണ്ട്. തങ്ങളുടെ സാമൂഹിക കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുകയെന്നത് ഓരോ സമുദായത്തിലെയും അംഗങ്ങളുടെ ഉത്തരവാദിത്വവും ജന്മാവകാശവുമാണല്ലോ. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? യേശുവിൻ്റെ ദർശന ദീപശിഖയേന്തി നിൽക്കുന്ന ആരെയും ക്രൈസ്തവ ലോകത്ത് ഇന്ന് കാണാനില്ല. യേശു വചസ്സുകളുടെ പുളിമാവായി സമൂഹത്തിൽ അലിഞ്ഞു ചേരുന്നവരെയും കാണാനില്ല. യേശുവിൻ്റെ പേരിൽ നിന്ന് കാണാൻ കഴിയുന്നത് അധികാര സിംഹാസനങ്ങളും ജെറൂസലം ദേവാലയത്തെ ഓർമ്മിപ്പിക്കുന്ന വൻ ആഡംബര ദേവാലയങ്ങളും ആയിരക്കണക്കായ സ്ഥാപന ശൃംഖലകളുമാണ്. ഇന്ന് അപ്പസ്തോല പിൻഗാമികളെന്നും ആധ്യാത്മിക ശുശ്രൂഷകരെന്നും അവകാശപ്പെടുന്ന പുരോഹിതരും മഹാപുരോഹിതരും യേശുവിൻ്റെ മതം അഥവാ ദർശനം പ്രഘോഷിക്കുന്നേയില്ല. പകരം സമുദായത്തിൻ്റെ സ്വയംഭരണാവകാശത്തിലേക്ക് തന്നിഷ്ടപ്രകാരം കടന്നു കയറി സഭാപൗരന്മാരെ തങ്ങളുടെ പ്രജകളാക്കുകയാണ്. ആധ്യാത്മിക ശുശ്രൂഷകരെല്ലാം മതത്തിൻ്റെ പേരിൽ സമുദായത്തിൻ്റെ നേതാക്കളും അധികാരികളുമായിരിക്കുന്നു. സഭയിൽ ആത്മീയതയുടെ ജീവവായു ഉള്ളിലേക്കെടുത്ത് വ്യക്തികളായ ജീവകോശങ്ങളിലേക്ക് പ്രസരിപ്പിക്കാനും വ്യാവഹാരിക ജീവിത മാലിന്യങ്ങളെ അവരിൽ നിന്ന് ആവാഹിച്ച് പുറന്തള്ളാനും കഴിയാത്ത വിധത്തിൽ സഭയുടെ ആധ്യാത്മിക ശ്വാസകോശം അധികാര മസിൽ കയറി കട്ടിയായിരിക്കുന്നു. അധികാരമുള്ളിടത്ത് സ്നേഹത്തിനോ സ്നേഹമുള്ളിടത്ത് അധികാരത്തിനോ വാഴാനാവില്ലെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അധികാരത്തെ സഭയിൽ കുടിയിരുത്തി യേശുവിൻ്റെ സ്നേഹത്തെയും പരസ്പര ശുശ്രൂഷ സംവിധാനത്തെയും തിരസ്കരിച്ച് സഭയെ ഭീകരമായ ഒരു ഭൗതിക സ്ഥാപനമാക്കി മാറ്റിയിരിക്കുന്നു ഇതിൽ കടന്നു കയറിയ പൗരോഹിത്യം. ഈ സാഹചര്യത്തിൽ സഭയുടെ ആധ്യാത്മിക ശുശ്രൂഷയ്ക്കായി ആത്മാർത്ഥതയോടെ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് പോലും സഭയെന്ന ഈ ഭൗതിക സ്ഥാപനത്തെ സേവിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയുകയില്ല. ആധ്യാത്മികം എന്ന് സ്വയം വിശ്വസിച്ചും മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചും ചില ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്നതൊഴികെ മനുഷ്യൻ്റെ ആന്തരികതയെ തൊട്ടുണർത്തി അവനെ ആധ്യാത്മിക മനുഷ്യനായി പരിവർത്തിപ്പിക്കുക എന്ന മർമ്മപ്രധാനമായ ധർമ്മനിർവഹണം പാടെ നിലച്ചു പോയിരിക്കുന്നു. യേശുവിൻ്റെ സ്നേഹദർശനത്തെ ജീവിതമാക്കി മാറ്റിയ ഒരു സഭാസമൂഹവും ഇന്ന് നിലവിലില്ലാത്തതിൻ്റെ കാരണവും മറ്റൊന്നല്ല. പകരം ഇന്നുള്ളത് യേശുവിൻ്റെ പ്രബോധനങ്ങളെ ഒഴിവാക്കിയും അവിടുത്തെ വിഗ്രഹമാക്കി പ്രതിഷ്ഠിച്ചും രൂപം കൊടുത്ത പുരോഗത സൃഷ്ടമായ നിർജീവ സഭാസമൂഹങ്ങളാണ്. യേശുവിൻ്റെ സഭ സ്നേഹ കൂട്ടായ്മയാണെങ്കിൽ ഇന്നത്തെ സഭ കേവലം ഒരു സംഘടന മാത്രമാണെന്ന് പറയണം. പുരോഹിത നിയമങ്ങളെ മാത്രം ആധാരമാക്കിയുള്ള ഒരു സംഘടന. ആധ്യാത്മിക രൂപാന്തരണത്തിൻ്റെ അടയാളമായിരുന്നു മുമ്പ് മാമോദീസ എങ്കിൽ ഇന്നത് സഭയെന്ന സംഘടനയുടെ അംഗത്വത്തിനുള്ള ഒരു ചടങ്ങ് മാത്രം.
ക്രൈസ്തവ കൂട്ടായ്മ യൂഥത്തിൽ ആകൃഷ്ടരായി എത്തുന്നവർ പുതുതായി രൂപം കൊടുക്കുന്നവയായിരുന്നു മുമ്പത്തെ സഭകളെങ്കിൽ ഇന്നത് ക്രൈസ്തവ മാതാപിതാക്കളുടെ പിൻതലമുറകളിലൂടെ മാത്രം സമുദായത്തെ ആശ്രയിച്ച് മാത്രം നിലനിൽക്കുന്ന ഒന്നായിരിക്കുന്നു. ഇവിടെ ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത് തൻ്റെ സമുദായത്തിലേക്കാണ്, കത്തോലിക്ക സഭയിലേക്കല്ല. മാമോദിസ സ്വീകരിച്ച് കഴിയുമ്പോൾ മാത്രമാണ് ഒരാൾ സഭാംഗമാകുന്നത്. സഭയിൽ നിന്ന് പിന്നീട് പുറന്തള്ളപ്പെട്ടാലും സ്വയം പിന്മാറിയാലും അയാൾ തുടർന്നും നസ്രാണി സമുദായാംഗമായിരിക്കും. ജന്മം കൊണ്ട് നിശ്ചയിക്കപ്പെട്ട സമുദായ അംഗത്വത്തിൽ നിന്ന് പിന്മാറാനോ പുറന്തള്ളാനോ ആർക്കും ആവില്ല തന്നെ. അപ്പോൾ ഏതാണ് പ്രാഥമികം, സഭയോ സമുദായമോ? ക്രൈസ്തവ സമുദായങ്ങൾക്ക് ജന്മം കൊടുത്ത് നിലനിന്നിരുന്ന ആദിമ സഭയുടേതിൽ നിന്ന് ഭിന്നമായി ഇവിടെ സഭയെ നിലനിർത്തുന്നത് സമുദായമായതിനാൽ പ്രാഥമികത്വം സമുദായത്തിന് തന്നെ. അതായത് ഇന്നത്തെ കേരള സാഹചര്യത്തിൽ സഭയും സമുദായവും രണ്ടാണെന്ന് മാത്രമല്ല, സമുദായമാണ് പ്രാഥമികം എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെല്ലാം വസ്തുതയാണെങ്കിലും ദൈവിക പരിവേഷത്തിൻ്റെ അകമ്പടിയോടെ കടന്നു വന്ന് മതവും സമുദായവും ഒന്നാണെന്ന മട്ടിൽ സമുദായങ്ങൾക്ക് മേൽ തങ്ങളുടെ വിധിവിലക്കുകൾ ധാർഷ്ട്യത്തോടെ അടിച്ചേൽപ്പിക്കുകയും അനേകരെ സമുദായ ഭ്രഷ്ടരാക്കുകയും ചെയ്തിട്ടുണ്ട് പൗരോഹിത്യം. സഭയിൽ നിന്ന് ഒരാളെ മഹ്റോൻ ചൊല്ലിയാൽ അയാൾ സമുദായത്തിൽ നിന്ന് തന്നെ പുറത്താകുന്നു എന്നാണ് ഇന്നും പലരും കരുതിയിരിക്കുന്നത്. സഭയും സമുദായവും ഒന്നാണെന്ന പുരോഹിത കാഴ്ചപ്പാട് ഇന്നും സമൂഹത്തിൽ ശക്തമായി നിലനിൽക്കുകയാണ്. അതിൽ പിടിമുറുക്കിക്കൊണ്ടാണ് സഭയിലെ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ നിയോഗിതരായിട്ടുള്ള പുരോഹിതർ അതെല്ലാം വിട്ട് ക്രൈസ്തവ സമുദായത്തിൻ്റെ നൂറുകണക്കായ ഇതര മേഖലകളിലേക്ക് കടന്നു കയറി സമുദായത്തിന് മേൽ അധീശത്വം സ്ഥാപിക്കുന്നത്. ഉദാഹരണത്തിന് ഈ സമുദായം സ്കൂളുകളും കോളേജുകളും മറ്റും സ്ഥാപിച്ചത് ഒരു മതകാര്യമായിട്ടായിരുന്നില്ല, മറിച്ച് സമുദായാംഗങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയായിരുന്നു. അതിൻ്റെ ലക്ഷ്യം തികച്ചും സാമൂഹികമായിരുന്നു. അതുകൊണ്ട് തന്നെ ആധ്യാത്മിക കൂട്ടായ്മയായ സഭയുടെ ആത്മീയ പോഷണത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച വൈദികരുടെയോ കന്യാസ്ത്രീകളുടെയോ കർമ്മമണ്ഡലമാകേണ്ടതായിരുന്നില്ല അത്. എന്നാൽ സഭയും സമുദായവും ഒന്നാണെന്നും തങ്ങളാണ് സമുദായത്തിൻ്റെ നേതാക്കളെന്നും തോന്നിപ്പിച്ച് എല്ലാ സാമൂഹിക കർമ്മങ്ങളിലേക്കും പൗരോഹിത്യം കടന്നു കയറുകയും സമുദായത്തിൽ നിന്നുള്ള നേതൃത്വം മുരടിച്ചു പോവുകയുമാണിന്ന്. ക്രൈസ്തവ സമൂഹങ്ങളിൽ മറ്റു സമുദായങ്ങളിലേതുപോലെ ശക്തരായ സമുദായ നേതാക്കൾ ഇല്ലാതെ പോകുന്നത് ഇതുകൊണ്ടാണെന്ന് സൂക്ഷ്മ നിരീക്ഷണത്തിൽ ആർക്കും കാണാനാകും. സമുദായ നേതാക്കൾ ഇല്ലാത്തത് കൊണ്ടാണ് വിവാഹം, മരിച്ചടക്ക്, തങ്ങളുടെ സ്വന്തം സ്ഥാപനങ്ങളിൽ പ്രവേശനം, നിയമനം എന്നിങ്ങനെയുള്ള കത്തോലിക്കരുടെ കേവലം വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ നൂറുകൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി ആധ്യാത്മിക ശുശ്രൂഷകരായ പുരോഹിതർക്ക് മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കേണ്ട ഗതികേട് ഈ സമുദായത്തിലെ അംഗങ്ങൾക്കുണ്ടാകുന്നത്. ശുശ്രൂഷകർ അധികാരികളും സഭയുടെ ഉടമകൾ അടിമകളുമാകുന്ന വിരോധാഭാസം ഈ സമുദായത്തിൽ നിലനിൽക്കുന്നതും അതുകൊണ്ട് തന്നെ. രൂപതകളെ കൊച്ചു കൊച്ചു മതരാഷ്ട്രങ്ങളാക്കി പുരോഹിത കോടതികളും പുരോഹിത നിയമങ്ങളും വഴി സമുദായത്തിന് മേൽ മതഭരണം നടത്താൻ ആധുനിക അപ്പോസ്തലന്മാർക്ക് കഴിയുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല. സർവ്വവിധ യോഗ്യതകളുമായി ആയിരക്കണക്കിന് യുവതീ യുവാക്കൾ സമുദായത്തിലുണ്ടായിരിക്കെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപന ജോലി മുഴുവൻ അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്കും മാത്രമായി വീതം വെച്ച് കൊടുക്കുന്നതിൽ സഭാധികാരത്തിന് യാതൊരു ഉളുപ്പും തോന്നാത്തതിൻ്റെ കാരണവും സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു നേതൃത്വം കത്തോലിക്കർക്കില്ലാത്തതാണ്. ഇടവകജനത്തിൻ്റെ അഭിപ്രായങ്ങളെ തൃണവൽഗണിച്ച് പള്ളികളും മറ്റും ഇടിച്ചു നിരത്താനും കോടികളുടെ ദേവാലയ സമുദങ്ങളും മറ്റും പണിതുയർത്തുവാനും ഇത്തിരി പോകുന്ന അച്ഛന്മാർക്ക് വരെ സാധിക്കുന്നത് സമുദായ നേതൃത്വത്തിൻ്റെ പൂർണ്ണമായ അഭാവം കൊണ്ട് തന്നെയാണ്. വിശ്വാസി സമൂഹം യാതൊരു പ്രാതിനിധ്യവും നൽകാതിരുന്നിട്ടും രാഷ്ട്രീയ കാര്യങ്ങളിൽ വരെ ഈ സമുദായത്തെ പ്രതിനിധീകരിച്ച് സംസാരിക്കാനും സമ്മർദ്ദം ചെലുത്താനും ധൈര്യപ്പെടുന്നതും തങ്ങളുടെ തിരുവായ്ക്ക് എതിർവായി പറയാൻ കത്തോലിക്ക സമുദായത്തിൽ ആരുമില്ലെന്ന് മെത്രാന്മാർക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ്. ആധ്യാത്മിക ശുശ്രൂഷകർ മതത്തിൻ്റെ ലെവലിൽ സമുദായ ഭരണം നടത്തുമ്പോൾ അത് മതഭരണം അഥവാ പുരോഹിത ഭരണമായി തീരുന്നു. ഈ സാഹചര്യത്തിലാണ് മതത്തിന് സമുദായമെന്നും സമുദായത്തിന് മതമെന്നുമുള്ള വിലക്ഷണമായ അർത്ഥങ്ങൾ കൈവരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സഭയും സമുദായവും ഒന്നല്ലെന്നും രണ്ടിൻ്റെയും ധർമ്മങ്ങൾ വ്യത്യസ്തങ്ങളാണെന്നും കാണാനുള്ള കണ്ണ് നസ്രാണി കത്തോലിക്ക സമുദായത്തിലുള്ളവർക്ക് ഇനിയെങ്കിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വിശ്വാസി സമൂഹത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ കാര്യങ്ങളിൽ കൈകടത്താതെ തങ്ങളിൽ അർപ്പിതമായ ആധ്യാത്മിക ശുശ്രൂഷയിലേക്ക് തിരിച്ചു പോകണമെന്ന് ഉറക്കെ പറയാൻ ചങ്കൂറ്റമുള്ള
ഒരു പുതിയ നേതൃനിര ഈ സമൂഹത്തിൽ ഇനിയെങ്കിലും ഉരുത്തിരിയേണ്ടിയിരിക്കുന്നു. സമുദായത്തിനു മേലുള്ള പൗരോഹിത്യ നീരാളിപ്പിടുത്തത്തിൻ്റെ പിടിയയപ്പിക്കുവാൻ ഉദ്ദേശിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും, അത് ഏത് കോണിൽ നിന്നായാലും സഭയിൽ യേശുവിനെ പുനഃപ്രതിഷ്ഠിക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടിയായി കണ്ട് പിന്തുണയ്ക്കുവാൻ എല്ലാ സമുദായ സ്നേഹികളും തയ്യാറാകേണ്ടതുണ്ട്. ഭാരതത്തിൻ്റെ ആധ്യാത്മിക ഭൂമികയിൽ മുളച്ചു പൊന്തി വളർന്ന കേരള നസ്രാണി സഭയ്ക്ക് സെമിറ്റിക് മതഭരണ പാരമ്പര്യത്തിൻ്റെ ഭാരം ചുമക്കേണ്ട ആവശ്യമില്ല തന്നെ. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി.